ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. 750-ൽ ഏറെ സ്ക്രീനുകളിലാണ് കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അല്പം മുമ്പാണ് ആദ്യ പ്രദർശനം ആരംഭിച്ചതും. കൊച്ചിയിൽ ആദ്യ ഷോ കാണാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും എത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. തിക്കും തിരക്കും മൂലമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് എമ്പുരാൻ എന്നതും നമ്മൾ കണ്ടുകഴിഞ്ഞു. മലയാളത്തിലെ ആദ്യ 50 കോടി ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. അതും റിലീസ് ദിന തലേന്നാണ് ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലോകമെമ്പാടും നേടിയിരിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മോഹൻലാലിനെ തന്നെ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രമായിരുന്നു ഇതുവരെ ഈ റെക്കോർഡ് നേടിയത്. ചിത്രം 20 കോടിയാണ് ആദ്യ ദിന ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരുന്നത്. അതേസമയം കേരളത്തിലും ഈ ചിത്രം നേടുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്നതും ചരിത്രത്തിൽ എഴുതപ്പെട്ടു. ലിയോ നേടിയ 12 കോടിയാണ് ഓപ്പണിംഗ് ഡേയിൽ എമ്പുരാൻ മറികടന്നത്, അതും അഡ്വാൻസ് സെയിലൂടെ മാത്രം. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ പകുതി കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിച്ചത്. ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികൾ അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം പ്രേക്ഷക സ്വീകാര്യതയിലും ആഗോള കളക്ഷനിലും ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എമ്പുരാന്റെ ആദ്യ പകുതി കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ നേടുമ്പോൾ L2E മികച്ച രീതിയിൽ ആരംഭിക്കുകയും കഥാപാത്രങ്ങളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. സാങ്കേതികമായി മികച്ചതാണെങ്കിലും ബോളിവുഡിൽ നിന്ന് പുറത്തുവന്ന ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി അത് വേറിട്ട് നിൽക്കുന്നു. ഇടവേള രംഗം ആവേശകരമാണ്. ആകർഷകമായ രണ്ടാം പകുതിക്ക് കാത്തിരിക്കുന്നു. ലൂസിഫറിന്റെ രീതിയിലാണ് ആദ്യ പകുതി പോകുന്നത് എന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. കറുപ്പണിഞ്ഞാണ് എല്ലാവരും എത്തിയത്. ആരാധകരും മോഹൻലാലും അടക്കം എല്ലാവരും. ചുവന്ന ഡ്രാഗൺ ചിഹ്നത്തിലുള്ള കുപ്പായത്തിൽ ആരാന്നറിയാനുള്ള കാത്തിരിപ്പാണ് എല്ലാവരും നടത്തുന്നത്. മോഹൻലാലിന്റെ ഇൻട്രോ ഗംഭീരമായി എന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. മുരളി ഗോപി എഴുതി വെച്ചിരിക്കുന്ന മാസ് ഡയലോഗുകളിൽ പ്രേക്ഷകരുടെ കയ്യടി ഏറ്റവും കൂടുതൽ കിട്ടുന്നതും. ആരാധകരെ ആവേശക്കുടുമുടി കയറ്റി എമ്പുരാന്റെ പ്രദർശനം 6 മണിക്ക് ആരംഭിച്ചപ്പോൾ എങ്ങും ആരവം തന്നെ. ഇപ്പോഴാണ് ശരിക്കും കുലുങ്ങിയത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കേരളത്തിൽ ആദ്യ ഡേ ഫൈനൽ പ്രീസെയിൽ നടന്നിരിക്കുന്നത് 12.4 കോടി എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഇന്നേ ദിവസം പിന്നിടുമ്പോൾ ഇതിൽ എത്ര സംഖ്യ കൂടുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇപ്പോഴുള്ള സിനിമാ നിരൂപകരുടെ രീതിയിൽ ഫസ്റ്റ് ഹാഫിന്റെ അഭിപ്രായം തന്നെയാണ് എങ്കും തരംഗമാകുന്നത്. ഫസ്റ്റ് ഹാഫ് മേക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയായി കിടുവായി പോകുന്നുണ്ട്. 1.25 മണിക്കൂർ അടുപ്പിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് സിനിമയിൽ. പൊളിറ്റിക്കൽ ഡയലോഗ് ഒക്കെ മുരളിയുടെ തീയായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇതൊരു മലയാളം മൂവി തന്നെയാണോ എന്ന സംശയവും പ്രകടിപ്പിച്ചാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മോഹൻലാലിന്റെ എൻട്രി വരുന്നത് അതാണ് ഏറ്റവും വലിയ തീയെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. എല്ലാവരും മേക്കിങ്ങിലാണ് കൈയടിക്കുന്നത്. കാരണം അത്രയ്ക്ക് ആകാംക്ഷ ജനിപ്പിക്കുന്ന ഓരോ രീതിയിലാണ് ചിത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് പ്രേക്ഷകർ ചോദിക്കുന്ന അവസരത്തിലേക്ക് മോഹൻലാലിന്റെ എമ്പുരാൻ തന്നെ സഞ്ചരിക്കുന്നു. ആദ്യ ഷോ 9-10 ആകുമ്പോൾ തീരുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് കഴിയുമ്പോൾ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഗംഭീര അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. കാരണം ഫസ്റ്റ് ഹാഫ് തന്നെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. സെക്കൻഡ് ഹാഫ് ഇപ്പോൾ കഴിയും. സെക്കൻഡ് ഹാഫിനും ആദ്യ പകുതിയേക്കാൾ മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ ലഭിക്കുന്നതും. യഥാർത്ഥത്തിൽ തിയേറ്റർ കുലുങ്ങിയതും കുലുക്കിയതും ഇന്ന് എമ്പുരാൻ വന്നപ്പോഴാണ്.